ടോം സോയറിന്റെ പ്രയാണങ്ങൾ. ഇതൊരു ചെറിയ കുട്ടിയുടെ കഥയാണ്. അവന്റെ പേരാണ് ടോം സോയർ. ടോം അവന്റെ ആന്റി പോളിയുടെ കൂടെ ഒരു ചെറിയ നഗരത്തിൽ താമസിച്ചിരുന്നു. ആന്റ് പോളി ഒരു നല്ല സ്ത്രീയായിരുന്നു. അവർ ടോമിനെ സ്നേഹിച്ചിരുന്നു. അവന് വേണ്ടി നല്ലത് മാത്രം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ടോം ഒരു കുസൃതിയുള്ളവനായിരുന്നു. ടോം, എഴുന്നേക്കൂ, നിനക്ക് സ്കൂളിൽ പോകാൻ വൈകുന്നു. ഓ, ആന്റിക്ക് അറിഞ്ഞൂടെ ഇന്ന് സ്കൂളില്ലെന്ന്? മിസ്റ്റർ സ്നഗിൾസിന്റെ അച്ഛന്റെ അവസ്ഥ. ഓ ദൈവമേ, അതാണല്ലേ. പാവം മിസ്റ്റർ സ്നഗിൾസ്. ഹലോ മിസ്റ്റർ സ്നഗിൾസ്, താങ്കളുടെ അച്ഛന്റെ കാര്യമറിഞ്ഞതിൽ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന് എന്ത് നടക്കാൻ പോയെന്നോ? ഓ, അത് നല്ല കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് നല്ലതാണ്. ആ ശരി മിസ്റ്റർ സ്നഗിൾസ്, ശല്യപ്പെടുത്തൽ ക്ഷമിക്കണം. ബൈ. എന്തു പറ്റി? ആ, നീയോ? നിനക്കെങ്ങനെ ഇതുപോലെ കള്ളം പറയാൻ തോന്നി? മിസ്റ്റർ സ്നഗിൾസിന്റെ അച്ഛൻ മരിച്ചിട്ടുമില്ല, അദ്ദേഹത്തിനൊരു കുഴപ്പവും ഇല്ല. അത് ഞാൻ മരിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ശരിയായി കാണുമായിരിക്കും. ഓ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് സുന്ദരമായ ദിവസമാണ്. ഇത്രയും നല്ല കാലാവസ്ഥയിൽ ആർക്കാണ് സ്കൂളിൽ പോകാൻ തോന്നുന്നത്? ആന്റി പോളി എന്നെ തടയാനായി ഇല്ലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ. എനിക്കറിയാം, ഞാൻ ഹക്കിന്റെ കൂടെ കളിക്കാൻ പോയിട്ട് വീട്ടിൽ തിരിച്ചു പോകാം. ആന്റി പോളിക്ക് ഞാൻ സ്കൂളിൽ പോകാത്ത കാര്യം അറിയാൻ പറ്റത്തില്ല. ഓ ടോം സോയർ, നിന്റെ ആന്റി പോളി എന്തിയെ? നീ നിന്റെ ആന്റിയുടെ വീട് വിട്ടിറങ്ങാൻ പാടില്ലായിരുന്നു. നിന്നെ ഇനി എന്നിൽ നിന്നും ആര് രക്ഷിക്കും? റയൻ റെയ്നോൾഡ്, നിന്നെ പേടിച്ച് ഞാൻ ഒളിച്ചിരിക്കുമെന്ന് കരുതിയോ നീ? എന്താണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്? വഴക്ക് പിടിക്കാതെ നിർത്തൂ, നിങ്ങൾക്ക് പരിക്ക് പറ്റും. ഓ ഷൂ, എന്റെ യൂണിഫോം മൊത്തം ചെളിയായല്ലോ. ആന്റി പോളിക്ക് ഞാൻ സ്കൂളിൽ പോകാത്ത കാര്യം ഇനി മനസ്സിലാകും. ഞാൻ എന്ത് ചെയ്യണം? പതുക്കെ. ടോം, എനിക്കറിയാം അത് നീയാണെന്ന്. ഇന്ന് നീ സ്കൂളിൽ പോകാതെ വഴിയിൽ കിടന്ന് റയൻ റെയ്നോൾഡ്സുമായി വഴക്കിട്ടതിന് നിന്നെ ഞാൻ പിടിക്കില്ലെന്നോർത്തോ, കുരുത്തം കെട്ടവനെ? നീ ഈ മുഴുവൻ വേലിക്കും ആഴ്ച അവസാനം പെയിന്റ് അടിക്കും. കളിക്കാനായി ഒരു സമയം കാണില്ല. പക്ഷെ അവനാണ് തുടങ്ങിയത്. ഒന്നും കേക്കണ്ട ടോം, നീ വേലിക്ക് പെയിന്റ് അടിച്ചിരിക്കും, മനസ്സിലായോ? ശരി ആന്റി പോളി. ആഴ്ച അവസാനം എത്തിയപ്പോൾ ടോം വേലിമതിലേക്ക് നോക്കി, എന്നിട്ട് അമ്പരന്ന് പോയി. എന്ത്? ഞാൻ ഒറ്റയ്ക്ക് ഇത് മുഴുവൻ പെയിന്റ് ചെയ്യണമോ? ഷോ, എനിക്ക് വട്ട് കളിക്കണം, ഒളിച്ചു പാത്ത് കളിക്കണം. ഓ, ഇത് ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് ഹക്കിന്റെ ജീവിതം ഇഷ്ടം. എന്നെക്കാളും നല്ലതാണ്. അവന് അമ്മയും അച്ഛനുമില്ല, ആരും സംരക്ഷിക്കാനില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ ടോം ബുദ്ധിശാലിയായിരുന്നു. അവനൊരു ഉപായം തോന്നി. ഒരു നിമിഷം, ചിലപ്പോൾ ഇവിടെയാണ് കൂടുതൽ നല്ലത്. എന്തു പറ്റി ടോം? വീണ്ടും പനിഷ്മെന്റ് ആണോ? ഞങ്ങൾ നിന്നോടാണ് സംസാരിക്കുന്നത് ടോം. ഓ ഹായ് കൂട്ടുകാരെ, ക്ഷമിക്കണം, ഞാൻ എന്റെ കലയിൽ ശ്രദ്ധിക്കുമായിരുന്നു. പനിഷ്മെന്റ് കിട്ടിയിട്ടും ഇത്രക്ക് സന്തോഷോ? എന്ത് പണിഷ്മെന്റോ? ഇത് പണിഷ്മെന്റ് അല്ല. എത്ര ചെറുക്കന്മാരെ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ നഗരത്തിൽ കുറച്ച് നിറങ്ങൾ വേണം. അതുകൊണ്ട് ഞാൻ ആ ചുമതല എന്റെ തലയിലെടുത്തു. ഞാൻ ഈ നഗരത്തെ സജ്ജീകരിക്കാൻ പോകുകയാണ്. ഞാൻ ഈ മതിൽ നിന്നും തുടങ്ങും. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ഗോലികൾ കളിക്കാം. ഞാൻ ഒരു കലാകാരനാണ്. ഇതിൽ എന്ത് രസമാണെന്നറിയാമോ? എനിക്കും ഒരു നല്ല കലാകാരനാകണം. എന്നെയും അടിക്കാൻ സമ്മതിക്കൂ. എനിക്കറിഞ്ഞൂടാ, എല്ലാവർക്കും കലാകാരനാകാനാവില്ല. ഓ, ഒന്ന് വിടൂ ടോം, ഞങ്ങൾ നിന്റെ കൂട്ടുകാരല്ലേ, അല്ലേ? പ്ലീസ് സമ്മതിക്കുന്നേ. പക്ഷെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇതിൽ സമ്മതിച്ചാൽ എനിക്ക് എന്തെങ്കിലും പകരം തരേണ്ടി വരും. ടോമിന്റെ കൂട്ടുകാർ മറ്റൊന്നും ചിന്തിക്കാതെ പെയിന്റ് അടിക്കുന്നതിന് വന്നു.
പകരം അവർക്ക് കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റ്സും കൊടുത്തു. കൂടുതൽ പിള്ളേര് പെയിന്റ് അടിക്കാൻ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാ മതിലും പെയിന്റ് അടിച്ചു കഴിഞ്ഞു. കണ്ടോ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആകണമെന്നുണ്ട്. അവരതിനായി മണ്ടന്മാരായി മതിലിന് പെയിന്റ് അടിക്കാൻ പോലും മടുക്കില്ല. ഓ ദൈവമേ, നീ ഇതെല്ലാം ഒറ്റയ്ക്ക് കുറച്ചു മണിക്കൂർ കൊണ്ട് ചെയ്തല്ലോ. അതെ ആന്റി പോളി, നിങ്ങൾക്കറിയാമോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു ഈ മതിൽ മേലേന്ന്? ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് കളിക്കാൻ പോകാലോ? അതെ, ശരിക്കും. ഇതെല്ലാം അവൻ എങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിക്കുക. ഹായ് 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 ഫിയോ, കേട്ടോ, ഞാൻ കളിക്കാനായി പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ആരും നമ്മളെ സ്കൂളിൽ പോകാനോ സൂര്യാസ്തമയത്തിന് മുന്നേ വീട്ടിൽ വരാനോ പറയില്ല. ആണോ? അതെവിടെയാണ്? അത് നദിയുടെ മറുവശത്തുള്ള തീരത്താണ്. ഓ കൊള്ളാം. പക്ഷെ എന്റെ അമ്മ എന്നെ ഒരിക്കലും വിടില്ല. അവരോട് എല്ലാ കാര്യം എല്ലാ പ്രാവശ്യവും പറയാതിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോ പറയണ്ടെന്നേ, നമുക്ക് ഈ കാര്യം ആരോടും പറയണ്ട. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രായമൊക്കെ ആയി. 3 കൂട്ടുകാരും സമ്മതിച്ചു ഒരു വള്ളത്തിൽ യാത്രയായി. അവർക്കിത് തന്നെയായിരുന്നു എപ്പോഴും വേണ്ടിയിരുന്നത്. ആരും അവരെ ഒന്നിനും തടയാൻ പാടില്ലായിരുന്നു. മനസ്സ് നിറയുന്നവരെ അവർ കളിച്ചു. ആദ്യം അവർ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചു. നല്ല രുചിയുണ്ട് ഇതിന്. അവരെന്തിനാണ് ഇതിനെ വേവിക്കുന്നത്? സമയം കളയാനുള്ള ഒരു മാർഗം. ഞാൻ സമ്മതിക്കുന്നു. അഥവാ എല്ലാവരും പച്ചക്കറികൾ ഉള്ളതുപോലെ തന്നെ കഴിച്ചിരുന്നെങ്കിൽ എന്ത് സമയം ലാഭിക്കാമായിരുന്നു അവർക്ക് എല്ലാവർക്കും. അത് ആൾക്കാർ നമ്മുടെ അത്രയും ബുദ്ധിശാലിയാണെങ്കിൽ മാത്രമല്ലേ. പക്ഷെ കുറെ ദിവസങ്ങൾ പച്ചയിലകളും പഴങ്ങളും കഴിച്ചുകൊണ്ട് കളിച്ചു നടന്നു. ഓ, എന്റെ വയറ് വേദനിക്കുന്നു, ആശ്വാസമില്ലാത്ത പോലെ. ഓ, എനിക്ക് മേലാതായി. നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? എനിക്കും നല്ലതുപോലെ തോന്നുന്നില്ല. നിങ്ങളുടെ പാരന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. ശരിയാ, ആൻഡ് പോളി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ആരും നമ്മളെ തേടി ഇവിടെ വരെ വരാത്ത എന്താ? അവർക്ക് വിഷമമില്ലേ? നിനക്ക് അറിഞ്ഞൂടെ, നമ്മൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അറിഞ്ഞൂടാ നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. ഓ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനായി വന്നിരിക്കുകയാണ്. നമ്മൾ എന്ത് മണ്ടന്മാരാണ്. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എന്ത് മണ്ടന്മാരാണ്. ഞാൻ വിചാരിച്ചു നിന്നെ പോലെയാണെങ്കിൽ വളരെ സുഖമായിരിക്കുമെന്ന്. ഹക്ക്, എനിക്ക് ഒരിക്കലും ഇത്രയും ഒറ്റപ്പെടുത്തൽ തോന്നിയിട്ടില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നെ നോക്കാനായി നാട്ടിലുണ്ടാകും എപ്പോഴും. ഇനി നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ? നിൽക്കൂ, ഭയപ്പെടേണ്ട. നമുക്ക് തിരിച്ചു പോകാമല്ലോ, ശരിയല്ലേ? ഞാൻ പറയുന്നത് നമ്മളിൽ ഒരാൾ പോയി നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ ആ ചങ്ങാടത്തിൽ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഞാൻ ചത്തുപോയാലോ? ഞാനല്ലേ പറഞ്ഞത്, ഞാൻ തന്നെ ചെയ്യാം. ഞാൻ ചെന്ന് നോക്കാം അവിടെ ആരെങ്കിലും നമ്മളെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ടോം അവന്റെ കൂട്ടുകാർക്ക് ബൈ പറഞ്ഞ് ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവൻ മറുവശത്തെത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടു. അവൻ അടുത്തെത്തിയതും അവൻ കണ്ടു ഫിലിന്റെ അമ്മയും ആന്റി പോളിയും കരയുന്നത്. എന്റെ മകനെ, എന്റെ മകനെ, എന്റെ മകനെ, എന്റെ മകനെ. കുറെ ദിവസങ്ങളായി ഇനിയും കാത്തിരിക്കുന്നതിൽ ബുദ്ധിയില്ല. നമ്മൾ കുറെ വള്ളങ്ങൾ അവരെ തിരയാനായി അയച്ചിരുന്നു. ഇതിനൊക്കെയായി ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അവർ ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി കാണും. നമ്മൾ വിധിയെ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവരുടെ ക്രിയകൾക്ക് തയ്യാറെടുക്കണം. അവർ 3 പേർക്കുമായി. ഇത് ഞങ്ങളുടെ കുറ്റമാണ്. ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. ടോം, ഹക്ക്, ഫിൽ എന്ത് നല്ല ചെറുക്കന്മാരായിരുന്നു. പാവം നല്ല കുട്ടികളായിരുന്നു. ഓ ഷോ, ഞങ്ങൾ എന്താണ് ഈ ചെയ്തത്?
വേഗം തിരിച്ചു പോയേ നോക്കൂ. എന്ത് പറ്റി ടോം? ആരും നമ്മളെ ഓർക്കുന്നില്ലേ? പറയൂ ടോം, എന്റെ അമ്മയെ കണ്ടോ? ഫിൽ, നിന്റെ അമ്മ നിന്നെ ഓർക്കുന്നു. അതേപോലെ ആൻ പോളിയും, അതേപോലെ മുഴുവൻ ഗ്രാമവും. നമ്മൾ മുങ്ങിപ്പോയി എന്നവർ കരുതുന്നു. അവർ നമ്മുടെ ക്രിയ ചെയ്യാനായി പോവുക. അവർ നമ്മളെ തിരയാനായി കുറെ വള്ളങ്ങൾ അയച്ചിരുന്നു. എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ആ, അതുകൊണ്ടല്ലേ എന്റെ അമ്മ ഞാൻ പക്വതയില്ലാത്തവനാണെന്ന് കരുതുന്നത്. നമ്മൾ അവരെ നോവിച്ചിരിക്കുന്നു. അതെ, ആൻ പോളി എന്നെ ഒരിക്കലും അങ്ങനെ വിട്ടുപോകത്തില്ല. നമ്മുടെ മാതാപിതാക്കൾക്കറിയാം നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുമെന്ന്. അവർ നമ്മൾക്ക് വേണ്ടി വേവലാതിപ്പെടുന്നത് പോലെ. അവർ നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഞാനും കൂട്ടുകാരെ, നമുക്ക് തിരിച്ചു പോയേ പറ്റൂ. ഗ്രാമത്തിന്റെ ഓർമ്മ വരുന്നു. ഓ, പക്ഷെ നമ്മൾ ചെയ്ത കാര്യം അവർ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചോ? നിൽക്കൂ, അവരറിയണമെന്നില്ല. നമ്മൾ പറയും നമ്മൾ വെള്ളത്തിൽ വീണു എന്ന്. വെള്ളം ഞങ്ങളെ മറുവശത്ത് കൊണ്ടുപോയി എന്ന്. നമ്മൾ ഒരു ചങ്ങാടം ഉണ്ടാക്കി തിരിച്ചു വന്നു എന്ന്. അവർ നിന്റെ മാതാപിതാക്കളാണ്. അതുണ്ടാക്കാൻ നിനക്കറിയില്ലെന്ന് അവർക്കറിയാം. ശ്രമിച്ചു നോക്കാമല്ലോ. സ്വാർത്ഥന്മാരും പക്വതയില്ലാത്തവന്മാരുമാണെന്ന് തെളിയിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത്? നിക്കൂ, നാളെയാണ് നമ്മുടെ ചടങ്ങ്. നമ്മൾ പോയി ഇപ്പോൾ വരെ അതിശയിപ്പിച്ചാലോ? ഓ ശരിയാണ്, ഈ പ്ലാൻ കൊള്ളാമല്ലോ. എനിക്കും ആ പ്ലാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വാർത്ഥനോ പക്വതയില്ലാത്തവനോ അല്ല. ഈ നദിയാണ്. നന്ദി ദൈവമേ, നദിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ആത്മാവിന് ശാന്തി. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. നദി ഒരു ചങ്ങാടം ഉണ്ടാക്കി ആ മറുവശം ഞങ്ങളെ തുഴഞ്ഞ് ഓടി. അത് എന്ത് മിണ്ടാതിരിക്കടാ നീ ഫിൽ. ഞങ്ങളോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഫിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, പ്ലീസ് ഞങ്ങളെ വെറുക്കരുത്. ഓ കുട്ടികളെ, മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ വെറുക്കാറില്ല. നിങ്ങൾ തിരിച്ചൊന്നും പറ്റാതെ വന്നല്ലോ, അതാണ് പ്രധാനം. അതെ അതെ, ഹക്ക്, ഇന്നു മുതൽ നീ എന്റെയും ടോമിന്റെയും കൂടെ താമസിക്കും. നീയും ഇന്നു മുതൽ എന്റെ മകനാണ്. സത്യമാണോ? അതെ, പക്ഷേ നിനക്കൊറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ. ഇല്ല, ഒരിക്കലുമില്ല. എനിക്കറിയാം മാതാപിതാക്കൾ എന്ത് വിലപ്പെട്ടവരാണെന്ന്. ഞാൻ അവരില്ലാതെ ഇത്രയും കാലം ജീവിച്ചില്ലേ? അത് ശരിയാണ്. അവരില്ലാതെ എനിക്ക് കുറച്ച് ദിവസം പോലും കഴിയാൻ പറ്റിയില്ല. ഞങ്ങൾക്കറിയാം മാതാപിതാക്കൾ എന്ത് വിലപ്പെട്ടവരാണെന്ന്. ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു കുട്ടികളെ. ശുഭം.